ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു കനേഡിയൻ റെസിപ്പിയാണ്. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഷുഗർ കുക്കീസ് ആണ്. അതിനുവേണ്ടി 3 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ വേണം, 1/2 കപ്പ് ഓഫ് അൺസോൾട്ടഡ് ബട്ടർ ആണ്, ഇതുപോലത്തെ ചങ്ക്സ് ഓഫ് ബട്ടർ ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് സോൾട്ടും. ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് വെച്ചാണ് ഇപ്പോൾ ഉള്ളത് ഈ ബൗളിൽ. ഇനി നമുക്ക് വേണ്ടത് 2 എഗ്ഗ് വേണം. ഈ 2 എഗ്ഗ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കുറച്ച് വാനില എസൻസ് അല്ലെങ്കിൽ വാനില ഫ്ലേവർ ഇട്ട് മാറ്റി വയ്ക്കുക. ഇത് ഇടുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു എഗ്ഗിൻ്റെ സ്മെല്ല് പോകാനായിട്ടാണ് വാനില എസൻസ് അതിനകത്ത് തന്നെ ഇടുന്നത്. പിന്നെ നമുക്ക് ആ മിക്സറിനകത്തോട്ട് 1/2 കപ്പ് പൗഡേർഡ് ഷുഗർ ഇട്ട് കൊടുക്കാം. പിന്നെ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എഗ്ഗ് ഇടാം. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സറിനകത്തിട്ട് നല്ലതായിട്ടൊന്ന് കറക്കിയെടുക്കും. ഇതുപോലെ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു ഡോ ആയിട്ട് കിട്ടും. അത്രയും ഹാർഡല്ല. ഇനി നമ്മൾ ഇതെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ക്ലിംഗ് റാപ്പിനകത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തിട്ട് നമുക്കൊന്ന് റെഫ്രിജറേറ്റ് ചെയ്യാം. 2 മണിക്കൂറത്തേക്ക് ഒന്ന് റെഫ്രിജറേറ്റ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലതായിട്ട് സെറ്റ് ആവും. ഡോ ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ് ഡോ കേട്ടോ, നല്ല പെർഫെക്റ്റ് ആണ്. നമുക്കൊന്ന് 2 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്യാം. അപ്പോൾ 2 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിത് നന്നായിട്ട് പാറ്റ് ചെയ്തെടുക്കാം. ഇത് ഒത്തിരി എമൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടായിട്ടൊന്ന് ഹാഫ് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കത് നല്ല എളുപ്പത്തിൽ കിട്ടും. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ചപ്പാത്തിക്കൊക്കെ പരത്തത്തില്ലേ, അപ്പോൾ അതുപോലെ തിന്നാലും കേട്ടോ, നല്ല തിക്കായിട്ട് വേണം പരത്തിയെടുക്കാൻ. എന്നിട്ട് നമ്മുടെ കട്ടർ യൂസ് ചെയ്ത് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇത് എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ബേക്കിംഗ് ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് പ്രീഹീറ്റ് ചെയ്യുക. ഓവൻ പ്രീഹീറ്റ് ചെയ്ത് 350 ഡിഗ്രി ഫാരൻഹീറ്റ് ചെയ്ത് പ്രീഹീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു 16 മിനിറ്റ് മാത്രം ബേക്ക് ചെയ്താൽ മാത്രം മതി. ഓവർ ഹീറ്റ് ചെയ്യല്ലോ. ഓവർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുക്കീസിൻ്റെ എഡ്ജസ് എല്ലാം ബേൺ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഒരേ സൈസിലും അതേ തിക്നെസ് വേണമെന്ന് പറയുന്നത്. അതുകൊണ്ട് 16 മിനിറ്റ് മാത്രം ബേക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ കുക്കീസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഷുഗർ കുക്കീസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനി തണുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് റോയൽ ഐസിങ് ഡെക്കറേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇന്നത്തെ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇനി അടുത്തൊരു എപ്പിസോഡ് ഒന്നെങ്കിൽ ലൈവ് അല്ലെങ്കിൽ ടേസ്റ്റ് ഓഫ് കാനഡ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ യുവർ വാല്യൂ ടൈം. ബൈ ബൈ. കൈൻഡ്ലി സബ്സ്ക്രൈബ്.